ഷുഗർ ആയതുകൊണ്ട് ഒന്നും കഴിക്കുന്നില്ല ഞാൻ. മെലിഞ്ഞ് വരും. അത് വളരെയധികം ദുരന്തമാണ്. അങ്ങനെ മെലിയാൻ പാടില്ല. മെലിയുന്നതിനർത്ഥം നമ്മുടെ മസിലിലുള്ള ടിഷ്യൂസ് ഒക്കെ ഷുഗറിന് വേണ്ടി യൂസ് ചെയ്യാം ശരീരം. അതാണ് മെലിയുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരവസ്ഥ ഉണ്ടാക്കരുത്. എപ്പോഴും ബോഡിയുടെ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. വല്ലാതെ കുറയ്ക്കരുത്, ഒരുപാട് കൂടാനും പാടില്ല. ഒരു കറക്റ്റ് പിടുത്തം ഇരിക്കണം. അതിന് ആവശ്യത്തിന് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചിക്കൻ മാത്രമല്ല, മീൻ മാത്രമല്ല, ചെറുപയർ, കടല, വൻപയർ, സോയാബീൻ തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ പ്രോട്ടീനും കഴിക്കണം. മീനൊന്നും കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. ഒന്നും എപ്പോഴും കൊച്ചു കഴിക്കുന്നതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത്തിരി കറി വെച്ച രീതിയിലേക്ക് ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എണ്ണ പലഹാരങ്ങളൊക്കെ കുറയ്ക്കുക. സമൂസ, ബജി തുടങ്ങിയുള്ള തലിപ്പൊളിയാണ്. കാരണം റിപ്പീറ്റഡ് ഓയിൽ കുക്കിംഗ് കിട്ടുന്നതാണ് ഈ തട്ടുകടയിലേക്ക് എണ്ണപ്പൊലി പലഹാരങ്ങൾ. അല്ല, ഈ പാലക്കാട്ടെ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപൻ ആരാന്ന് വെച്ചാൽ ഈ എണ്ണക്കറികളാണ്. അത് എന്തൊന്നും ഉപയോഗിച്ച എണ്ണകൾ അവർ ഊറ്റി മാറ്റി വെച്ച് പിറ്റേ ദിവസം വീണ്ടും അവർക്ക് ലാഭത്തിന് ചെയ്യുന്നതാണ്. നമുക്കത് അറിയില്ലല്ലോ, ടേസ്റ്റിൽ ഇതുപോലെ കിട്ടും. അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം അപകടകാരിയായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുകയും അരിപ്പലഹാരങ്ങൾ കുറയ്ക്കുകയും പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക. അത് പഴവർഗ്ഗങ്ങളെല്ലാം കഴിക്കാൻ പറ്റുമോ? അതുമില്ല. എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ധാരണ? സാധാരണ നാടൻ പഴം, നേന്ത്രപ്പഴം കഴിക്കാൻ പാടുമോ? എന്താ നിങ്ങളെ അഭിപ്രായം?